രാഷ്ട്രീയ പ്രവർത്തകർ സഞ്ചരിക്കുന്ന മൊബൈൽ കോടതികളാണ്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിക്കുന്ന കാര്യങ്ങളാവില്ല സംഭവിക്കാറുള്ളത്. 1,03,000-ലധികം വരുന്ന മനുഷ്യന്മാർ റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവരുണ്ട്. നിങ്ങൾ അരി കൊടുത്താൽ പാകം ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ലാത്ത 2,419 കുടുംബങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക, അവരെ ഷിഫ്റ്റ് ചെയ്യുക. പല ആളുകളും പറയാറുണ്ട് പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് ചാൻസസ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥാനം കിട്ടിയില്ലേ, സ്ഥാനം കിട്ടാൻ നിങ്ങൾ BJP ആവും, കോൺഗ്രസ് ആവും. അപ്പോൾ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്കതായിരിക്കും. പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് ചാൻസസ് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷേ കേരളത്തിൽ SFIയിലൂടെ വന്നിട്ടുള്ള ഏത് സാധാരണക്കാരനോട് ചോദിച്ചു, അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യതകളുടെ കലയല്ല. ഇഫ് ദർ ഈസ് ആൻ ആർട്ട് ഓഫ് സാക്രിഫൈസ്, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതിനൊരു ആർട്ടിസ്റ്റിക് മുഖമുണ്ടെങ്കിൽ അതാണ് രാഷ്ട്രീയം. പാർലമെന്ററി പദവി അല്ലെങ്കിൽ നാളെ കിട്ടാൻ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തിലെ ഉയർന്ന അധികാര പദവികളല്ല. നമ്മളെ നഷ്ടപ്പെടുത്തി നടത്തുന്ന സാമൂഹ്യ സേവനത്തിന്, മനുഷ്യർക്കിടയിൽ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു കലയുടെ രൂപമുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് രാഷ്ട്രീയം. അപ്പോൾ ഹായ് ഓൾ, നമ്മൾ ഇന്ന് ബാക്ക് ടു ചാനലാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് HOD-നായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നൊരു പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അതുമാത്രമല്ല കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗസ്റ്റിനാണ് എന്താ പറയുക, ഒരു നമുക്കാണെങ്കിൽ പരിചയമൊന്നുമില്ല ഒരു രാഷ്ട്രീയക്കാരനെ ചെയ്തിട്ടും. അതേപോലെ തന്നെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി അല്ല നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇല്ലാന്ന് നമ്മൾ പറയണില്ല, ഉണ്ട്. പക്ഷെ എന്നാലും ഓരോ കാര്യത്തിനോട് ഇപ്പോൾ ഒരു പ്രതികരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഒരു കോട്ടയംകാർക്ക് അറിയണേ, അല്ലെങ്കിൽ കേരളത്തിനെ അറിയണേ, അതേപോലെ തന്നെ പുതുപ്പള്ളിക്കാർക്ക് അറിയണേ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ വെൽക്കം ജേക്സി തോം സർ ടു അവർ ഷോ തിയറി ആൻഡ് ചിരി. നമ്മുടെ ചാനലിൻ്റെ പേര് തിയറി ആൻഡ് ചിരി എന്നാണ്. കുറച്ച് തിയറി പിന്നെ ചിരി, അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമെന്ന് വിചാരിക്കണം. പക്ഷെ തിയറി ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചും കൂടി താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ്. അപ്പോൾ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സാറിൻ്റെ ഒരു ഇൻട്രോ, അല്ലെങ്കിൽ ഒരു SFI സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു കുറച്ചു കാലം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഏറെ നന്നായി കാണുന്ന ഒരു ഫേസ് ആണ് സാറിൻ്റെ. അതുകൊണ്ടാണ് സാറിനെ തന്നെ പിക്കാനൊരു കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2016-15 കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞ നേരത്തെ ഒരു 2.5 വർഷമായി ഒരു SFI സ്റ്റേറ്റ് പ്രസിഡന്റ്. പിന്നെ കോളേജ് കാലഘട്ടം, ജീവിച്ചു വന്ന രീതി, സാഹചര്യങ്ങള്, ഒരു എന്താ പറയാ, എല്ലാത്തിനും ഉപരി ഒരു ലീഡർ. നമുക്കറിയാലോ ചിലപ്പോൾ നാളത്തെ കേരളത്തിൽ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കാണേണ്ട ഒരു ഫേസ് ആണ്. അപ്പം നമുക്ക് വളരെ ക്യൂരിയസ് ആയിട്ടുള്ളതാണ് സാറിൻ്റെ ഒരു വിഷൻസ്, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു പ്ലാൻസ്, എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 3 ഇലക്ഷനിൽ അടുപ്പിച്ച് മത്സരിച്ചിട്ടുണ്ട്. ഇനി 2026 ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിനപ്പുറം നമുക്ക് ഒരു നാടിനോട് ഒരു കാഴ്ചപ്പാട്, അപ്പോൾ ആ രീതിയിനൊക്കെ പറ്റി സാറിനോട് ചോദിക്കാനാണ് ഇന്ന് നമ്മൾ ഈ ഷോയിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ഇത്തരം പോഡ്കാസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് ആ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ നിങ്ങളുടെ ഷോയുടെ ഭാഗമാകുന്നു, തിയറി ആൻഡ് ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് ഷോയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ മറ്റേത് സാധാരണക്കാരനായ മനുഷ്യനെ പോലെ തന്നെയുമാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് വ്യത്യസ്തമായൊരു മേഖലയല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുക, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് മാനേജറുടെ ജോലി എടുക്കുക. എനിക്ക് തോന്നുന്നു മുമ്പൊരിക്കൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ, CPIM-ൻ്റെ. അപ്പോൾ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെതായി വന്നൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ച് ഒരു വേള പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം ഇപ്പോഴും റിലവൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. രാഷ്ട്രീയ പ്രവർത്തകർ സഞ്ചരിക്കുന്ന മൊബൈൽ കോടതികളാണ് എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നത്. കാരണം നമ്മുടെ സ്വാഭാവികമായി കോടതികളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ ഒക്കെ, അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകളിലൊക്കെ പരിഹരിക്കപ്പെടുന്ന ലും അധികം 100,000 ജീവിത പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ മുമ്പിൽ ചർച്ചയ്ക്കായും തീരുമാനങ്ങളിലൂടെയും ഒക്കെ പരിഹരിക്കപ്പെടാറുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലല്ല, പൊതുവിൽ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷമെന്നോ ഇടതുപക്ഷ വിരുദ്ധരെന്നോ വ്യത്യാസമില്ലാതെ
ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മൊബൈൽ കോടതികളെ പോലെയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത് തീറിയാഞ്ചിരിയിൽ നിന്നൊരു വ്യത്യസ്ത ധ്രുവത്തിൽപ്പെടുന്ന ആളായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ കാണേണ്ടതില്ല അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഭാഗം. പിന്നെ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലീഡറായി അങ്ങനെയാണല്ലോ ഇപ്പോൾ പ്രയോഗിച്ചത്. അങ്ങനെയില്ല. എൻ്റെ പരിമിതമായ അനുഭവത്തിൽ അപ്പോൾ കണ്ടിന്യൂ അപ്പോൾ പറഞ്ഞു വന്നത് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ലീഡർ അങ്ങനെയുള്ള പ്രയോഗം നടത്തിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മന്ത്രിസഭയിലേക്ക് വരും അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചു വന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ്. യാതൊരു തരത്തിലുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലം ഞങ്ങളുടെ നാടിനോ എൻ്റെ കുടുംബത്തിനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓർമ്മ വെച്ച കാലം മുതൽ കാണാനും കേൾക്കാനും കഴിയുന്നത് കോൺഗ്രസിന്റെ വലിയ ഭൂരിപക്ഷത്തോടു കൂടെയുള്ള വിജയങ്ങൾ. അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, അതൊരു ഗ്രാമപഞ്ചായത്ത് വാർഡ് മുതൽ പാർലമെന്റ് വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിക്കുന്ന വാർത്തകൾ പലപ്പോഴും ഒരു സ്വാഭാവികമായി കേൾക്കേണ്ട വരുന്ന പശ്ചാത്തലമായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞതാണ് പ്രയോറിറ്റി എങ്കിൽ, അതായത് ഒരു ലീഡർ ആവുക, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയിലെത്തുക, അല്ലെങ്കിൽ പാർലമെന്ററി പൊസിഷൻസ് ഏതും, പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെ ഏതും അതായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായി അതിനൊരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ അനുഭവങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന സംഘത്തോടൊപ്പം ചേരുക എന്നുള്ളതാണ്. ഒരു റൈറ്റ് വിങ് അല്ലെങ്കിൽ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു ഇതിലേക്ക് മാറുക, അല്ലെ അതിൻ്റെ ഭാഗമായി തുടരുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിക്കുന്ന കാര്യങ്ങളാവില്ല സംഭവിക്കുന്നതും സംഭവിക്കാറുള്ളതും വളരെ ആക്സിഡൻ്റലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഒരു ആഭിമുഖ്യം വളർത്തിയെടുത്തത് സ്വാഭാവികമായും നമ്മൾ പരിമിതികൾക്കുള്ളിൽ വളരെ ചെറിയ വായനയുള്ള ആളാണ് ഞാൻ. അപ്പോൾ പരിമിതികൾക്കുള്ളിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നൊക്കെ കിട്ടിയ വായനയുടെ ഒരു നാമ്പ് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിൽ നിന്നാണ് ഇടതുപക്ഷത്തോടൊരു ആഭിമുഖ്യം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾ +1 +2 കാലയളവിൽ മലയാള പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിരുന്നു ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ മോസ്റ്റ് സാഡസ്റ്റ് ലൈൻ എന്ന് തുടങ്ങുന്ന പാബ്ലോ നെരൂദയുടെ കവിത. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, സച്ചിദാനന്ദൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, അദ്ദേഹം വിവർത്തനം ചെയ്ത കവിതയായിരുന്നു ഞങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതെന്നെ പഠിപ്പിച്ച എന്നെ മീൻസ് ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് പഠിപ്പിച്ച മലയാള അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷിജോ എന്നാണ്. ഷിജോ സാർ ആ കവിത വായിക്കുമ്പോൾ നെരൂദയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കൗതുകം കൊണ്ട് ഇദ്ദേഹത്തെ കേൾക്കുകയും പിന്നീട് നെരൂദ ആരാണെന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റൊക്കെ ചെയ്ത സമയത്ത് ആ സമയത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു ആവിർഭാവമാണ്, ഒരു ജനന സമയമാണ്. ഓർക്കുട്ട് അതായിരുന്നു അന്നുണ്ടായിരുന്നത്. ഓർക്കുട്ട് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ ഓർക്കുട്ടൊക്കെ എക്സ്പയർഡായി. കമലഹാസൻ ഒരു അഭിമുഖത്തിൽ ഒരിക്കൽ പറയുന്നുണ്ട്, ദൈവങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ലോകത്ത് കോടാനുകോടി വിശ്വാസികൾ ഉണ്ടായിരുന്ന പല ദൈവങ്ങളും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഗ്രീക്ക് ദൈവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ജൂപ്പിറ്റർ, ഇതൊക്കെ ദൈവങ്ങളായിരുന്നു. ഗ്രീസിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു. പക്ഷെ ആ ദൈവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അപ്പോൾ പറഞ്ഞു വന്നത് അതേപോലെ എക്സ്പയറി ഡേറ്റ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർക്കുട്ടിൽ പോയി നെരൂദയുടെ പേരൊക്കെ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെനറ്ററായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ. അങ്ങനെ ഇപ്പം ചോദിച്ച പോലെ തന്നെ എനിക്ക് രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്ര നല്ല കവികളാകുമോ. കഴിയും ഈ രാവലിക്ക് ഏറ്റവും ദുഃഖഭരിതമാം വരികൾ എഴുതുവാൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രണയഗാനമാണ്, പ്രണയ കവിതയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് അതിൻ്റെ വിവർത്തനമാണ്, ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് മോസ്റ്റ് സാഡസ്റ്റ് ലൈൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല പ്രണയാർദ്രമായ കവിത എഴുതാൻ കഴിയും. ഏകാന്തതയെ സംബന്ധിച്ചും ആർദ്രതയോടുകൂടെയുള്ള ജീവിത വീക്ഷണങ്ങളൊക്കെ ഇവർക്കുണ്ട് എന്നുള്ളൊരു ആഭിമുഖ്യം ആ കവിതയിലൂടെ വളർത്തിയെടുക്കാൻ കഴിയും. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും കോളേജിൽ ചേരുമ്പോൾ ലിറ്ററേച്ചറിനോടാണ് സ്കൂൾ കാലയളവിലൊരു താല്പര്യം തോന്നി. കവിതയിൽ നിന്ന് വന്നതാണോ? അല്ല, മലയാളത്തോടും പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തോടും ഒക്കെ ചെറിയൊരു ആഭിമുഖ്യം ആ സമയത്തുണ്ടായിരുന്നു, വായനയോട്. അപ്പോൾ +2 ബയോളജി മാത്സ് ഒക്കെ നിങ്ങളൊക്കെ പലരെയും പോലെ എടുക്കുക. ആ സമയത്ത് ഒരു പൊതു ട്രെൻഡ് എന്ന് പറയുന്നത് മാതാപിതാക്കളെ ഒരു ഇതുകൊണ്ട് എടുത്തത്, അവര് ആ സമയത്തെ ഒരു പൊതു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ശരാശരി കുടുംബങ്ങളിൽ എല്ലാവരും ചെയ്യുക, കുട്ടികളാണോ 10ാം ക്ലാസ് പാസ്സായ നേരെ +2 ബയോളജി മാത്സ് എടുക്കുക, ബയോമാത്സ് എടുക്കുന്നതായി. അപ്പം ബയോളജി മാത്സ് എടുത്താൽ ഒന്നെങ്കിൽ MBBS അല്ലെങ്കിൽ BTech, ഇത് രണ്ടുമാണ് പ്രധാന ധാരകൾ ആ സമയത്ത്. ഇപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് മാത്സിലൊക്കെ വളരെ മോശം വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് താല്പര്യമുള്ളൊരു വിഷയമേ ആയിരുന്നില്ല. പിന്നെ താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ ഈ കുറച്ചുകൂടെ സാഹിത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു.
പിന്നെ ഇച്ചിരി കവിതയുടെയും ഈ നാടകത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്നു വളരെ കുറച്ച് എന്നുള്ളതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചറാണ് പറഞ്ഞത്, നീ ബിടെക്കിനൊന്നും പോകാൻ നന്നാവില്ല, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ലിറ്ററേച്ചർ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, എന്നെ +1 +2 ഒക്കെ പഠിപ്പിച്ച ഇംഗ്ലീഷ് അധ്യാപികയായിട്ടുള്ള ജയമസ് ആണ് യഥാർത്ഥത്തിൽ ഇതിലേക്കൊരു വഴിതിരിച്ചു വിടുന്നത്. അങ്ങനെ CMS കോളേജിൽ വന്നു. കോളേജിൽ വരുമ്പോൾ SFIയുടെ പരിപാടിയിൽ പങ്കെടുക്കണം. ഈ CMSൽ അപ്പോൾ എന്താ എടുത്ത്? ഞാൻ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരുന്നു. ഒരു ട്രിപ്പിൾ മെയിൻ കോഴ്സാണ്, പരീക്ഷാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ കോഴ്സാണ്. അപ്പോൾ അത് CMSൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ച രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ള ചോദ്യത്തിൻ്റെ രസകരമായൊരു മറുപടി അതുകൂടിയാണ്. അപ്പോൾ ലിറ്ററേച്ചർ എടുത്തു. അപ്പോൾ ഇതിൽ ജേർണലിസം ഉണ്ട്, കൾച്ചറുണ്ട്, പിന്നെ ലിറ്ററേച്ചർ ഉണ്ട്. ഇത് മൂന്നുമാണ് 3 മെയിൻ. അപ്പോൾ 3 മെയിൻ എടുത്താൽ അതിൽ ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം. അപ്പോൾ പക്ഷേ ഇതിവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രൊഫസർ ഡോക്ടർ രാജൻ ഗുരുക്കൽ, പിന്നീട് MG സർവകലാശാല വൈസ് ചാൻസലർ, ഇപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ചെയർമാനൊക്കെ ആയിട്ടുള്ള ചെയർപേഴ്സൺ ആയിട്ടുള്ള രാജൻ ഗുരുക്കൽ മാഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അങ്ങനെ SFIയുടെ ഏറ്റവും ഭാഗമായി പുറകിൽ നിൽക്കണം, ഇത്രയേ ഉള്ളൂ. ഒരു സാധാരണ പ്രവർത്തകനായി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ SFIയിൽ ചേരണം അല്ലെങ്കിൽ ഇവിടെ വെച്ചേ തോന്നി. ഈ നിരൂതയുടെ കവിത, അതിന്റെ തുടർച്ചയിലുള്ള പരിശോധന. അപ്പൊ നോക്കുമ്പോൾ നേരെ നിരൂതയുടെ ഒരു കമ്മ്യൂണിറ്റി എടുത്ത് കഴിയുമ്പോൾ ഇപ്പൊ നമ്മള് AI കാലാണല്ലോ. യൂട്യൂബിൽ നിങ്ങളുടെ തിയറി ആൻഡ് ചിരി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചാനലിൽ വരുന്ന പോഡ്കാസ്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലിലേക്ക് വരുമല്ലോ. അപ്പൊ അതേപോലെ അന്ന് ഓർക്കുട്ടിൽ നിരൂതയുടെ കമ്മ്യൂണിറ്റി എടുത്തപ്പോൾ ആ കമ്മ്യൂണിറ്റിക്കുള്ളിലേക്ക് കയറുമ്പോൾ നേരെ കാണുന്നത് ചെഗുവേരയുടെ. അപ്പൊ ചെഗുവേരയുടെ കമ്മ്യൂണിറ്റി നോക്കുമ്പോൾ നേരെ എഴുതിയിരിക്കുന്നു, വെൻ ഇൻജസ്റ്റിസ് ബിക്കംസ് ലോ റെസിസ്റ്റൻസ്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് ബിക്കംസ് അവർ ഡ്യൂട്ടി. അനീതി നിയമമാകുമ്പോൾ പ്രതിരോധം നമ്മുടെ കടമയാണ്. അപ്പൊ ഞാൻ കൊള്ളാം. അപ്പോൾ ചെഗുവേരയുടെ കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ പിന്നെ കാണുന്നത്, അതിന്റെ താഴെ കാണുന്നത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, SFI ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ തന്നെ നമ്മൾ ട്രാക്കിലേക്ക് അപ്പോൾ തന്നെ അനയിക്കപ്പെട്ടു. അപ്പോൾ അന്ന് SFIയുടെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം, ഏറ്റവും പുറകിൽ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അങ്ങനെ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ കോളേജിൽ ചെല്ലുമ്പോൾ സീനിയേഴ്സൊക്കെ ചിലപ്പോൾ വെൽക്കം തരാറുണ്ട്. അപ്പോൾ ഓരോ സംഘടനകൾക്കും വെൽക്കം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പലരും ഉപയോഗിക്കാറുള്ള ഒരു പ്രചരണം അന്നു മുതലേ ഉണ്ട്, ദീർഘകാലമായിട്ടുണ്ട്, അത് പ്രത്യേകിച്ചുണ്ട്. അപ്പം ഞങ്ങൾ 2008-11 ബാച്ചിലെ കുട്ടികളാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ABVP, KSU ഇങ്ങനെ പലവിധ സംഘടനകൾ വരുന്നു, വെൽക്കം ചെയ്യുന്നു. എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് SFI ആണ്. പരസ്പരം വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും പറയുന്നില്ല. ഇവർ പറഞ്ഞാൽ ഇവരുടെ കൂടെ മാത്രം പോകരുത്, ഇവര് എത്തിസ്റ്റാണ്, ഈശ്വര വിശ്വാസം, നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഐദർ ABVP ഓർ KSU ഏതിലുമാകാം, അവരൊക്കെ ഈശ്വര വിശ്വാസികളുടെ സംഘടനയാണ്. ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഏക സംഘം SFI ആണ്. നിങ്ങൾ പോകരുത്. അപ്പോൾ അത് പോകരുതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരവരുടെ ഇപ്പൊ നമ്മുടെ തിയറി ആൻഡ് ചിരിയിലെ തിയറി അവരവിടെ പറയാണ്, അവരുടെ SFIയുടെ തിയറി ഇതാണ്. അപ്പോൾ നിങ്ങളൊരു എത്തിസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ സാധ്യതയില്ല, അല്ലെങ്കിൽ യു ക്യാൻ ഐദർ ബി KSU ഓർ ABVP. ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ ആയി വരുന്ന ഒരു കുട്ടി കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇവർ കമ്മ്യൂണിസ്റ്റ് ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ, നമുക്കൊന്നും പോകാൻ പറ്റിയ സ്ഥലമല്ല എന്ന് കരുതും. അപ്പോൾ ഓരോ സംഘടനകളും വെൽക്കം നടത്തുമ്പോൾ നന്ദി പറയാൻ ഒരാളെ ഏൽപ്പിക്കും. ഇങ്ങനെ അതാ ക്ലാസ്സിലെ കുട്ടിയായിരിക്കും. അപ്പം ഞാൻ നന്ദി പറയാൻ എന്നെ ക്ഷണിച്ചപ്പോൾ എന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെക്കാൾ നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന വേറൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനൊരു നന്ദിയൊക്കെ മുൻകൂട്ടി എഴുതി കൊടുത്തു പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ മറ്റൊരു കുട്ടിയെ ചുമതലപ്പെടുത്തി അപ്പോൾ അയാൾ നന്ദി പറയുമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ കരുതുന്നുണ്ട് ഈ പ്രചരണത്തിന് ഒരു മറുപടി പറയുമല്ലോ. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് വെൽക്കത്തിന് വന്നിട്ടുള്ള അന്നത്തെ ലീഡർമാരിൽ പലരും ഈ ഒരു പ്രചരണത്തിന് മറുപടി പറയുന്നില്ല. ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല ഇതാണ് പ്രചരണം. അപ്പം അതിങ്ങനെ ഒരു മൈൻഡ് സ്റ്റോമായിട്ട് ഇവരുടെ ഉള്ളിലുണ്ടല്ലോ, ഇത് നിരീശ്വരവാദികളുടെ കൂട്ടാണ്, അപ്പൊ നമുക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നന്ദി പറയാൻ ഇയാളെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പേപ്പർ തിരിച്ച് വായിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറയാം, ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഇപ്പം എനിക്ക് നല്ല സഭാകമ്പൊക്കെയുള്ള, ഇപ്പോഴും ഞാൻ വളരെ ഇൻട്രോവേർട്ടൊക്കെ ആണെന്ന് കരുതുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും നന്ദി പറയുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ രാജ്യസഭാ മെമ്പർ കൂടെ ആയിരുന്ന CPIMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ പ്രതീകമാണ് മതം എന്ന് പറയുന്നത്. ഒരു തിയറിയാണ്, ചെറിയ തിയറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സമീപനം ഇതാണ്, മതനിരാസം അല്ല, അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതല്ല, ഉണ്ടെങ്കിൽ നല്ലത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കമലഹാസൻ്റെ അൻപേ ശിവം കണ്ടിട്ടുണ്ടോ? ഇല്ല. നല്ല സിനിമയാണ്, കാണേണ്ടതാണ്. കമലഹാസൻ അതിൽ പറയുന്ന ഇങ്ങനെ ഒരു വാചകമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ നമ്മൾ സ്വർഗത്തിൽ
ഉണ്ടെന്ന് കരുതുന്ന കാര്യങ്ങൾ ലോകത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അദ്ദേഹം പറയുന്നത്. ഞാനിതൊക്കെ കൊട്ടി ചെയ്തിട്ട് മറുപടി പറഞ്ഞു. 12 തന്നെ പറഞ്ഞത് ഈ ക്ലാസ്സിലെ കൺവീനറായി, ഇനിയിപ്പോൾ പെട്ടെന്ന് യോഗത്തിന് പറഞ്ഞത്. ഫസ്റ്റ് ഇയർ തന്നെ യൂണിറ്റ് പ്രസിഡന്റായി. അപ്പോൾ SFIയുടെ ഫസ്റ്റ് ഇയർ തന്നെ യൂണിറ്റ് പ്രസിഡന്റായി. അപ്പോൾ ഈ SFIയുടെ ഫസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ഇപ്പോൾ ബാക്കി കൂട്ടുകാരൊക്കെ അങ്ങനെ എതിർക്കുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ദൈവം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കൂടെ നിൽക്കാണ്ടിരിക്കുക? അത് നമ്മുടെ ഈ ജില്ല പൊതുവിൽ നല്ല ഒരു ആൻറ്റി ലെഫ്റ്റ് പൊളിറ്റിക്സിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. മലയാള മനോരമ പത്രം അല്ലെങ്കിൽ വിവിധ സമുദായങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ കേന്ദ്രം. ഒരു ഘട്ടത്തിൽ വിമോചന സമരം, നമ്മുടെ ഒന്നാമത്തെ EMS മന്ത്രിസഭയെ അട്ടിമറിച്ച സമരത്തിന്റെ കേന്ദ്രം ഈ ജില്ലയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോട് എതിർപ്പുള്ളവരാണ് കൂടുതലും. പിന്നെ കോളേജിന്റെ MSPയിൽ ചെറിയ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. എതിർപ്പുള്ളവരായിരുന്നു കൂടുതൽ. വീട്ടിലൊക്കെ സ്വാഭാവികമായി വീട്ടുകാരൊക്കെ പരമ്പരാഗതമായി എല്ലാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഒരു നേർച്ച ചെയ്യുന്നത് പോലെ വോട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. 100% ശക്തമായി എതിരായിരുന്നു. ഞാൻ ആദ്യമൊക്കെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ അന്നൊക്കെ കുറച്ചുകൂടെ ഒരു ഡോക്മയൊക്കെ ഉണ്ട്. SFI ആയാൽ യൂണിറ്റ് പ്രസിഡന്റ് ആയാൽ മുണ്ടെടുക്കണം. നമ്മളൊക്കെ പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ്. മുണ്ടെടുക്കാൻ വീട്ടിൽ മുണ്ടില്ല, നമുക്കെപ്പോഴും ജീൻസ്. വീട്ടിൽ ചോദിക്കും എന്തിനാ മുണ്ട്. പിന്നെ രഹസ്യമായിട്ട് മുണ്ട് വാങ്ങിച്ചിട്ട് ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. ക്യാമ്പസിൽ നേരത്തെ എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് ജീൻസ് പോക്കറ്റിൽ വെച്ചിട്ട് മുണ്ടെടുത്തോണ്ട്. CMS വിശാല ക്യാമ്പസാണ്. CMS പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. പോകണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ക്യാമ്പസ്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ക്ലാസ്മേറ്റ്സ് ആണ് CMS ഷൂട്ട് ചെയ്തത്. ഇഷ്ടംപോലെ ഉണ്ട്, ചാമര ഉൾപ്പെടെ പല സിനിമകളും. അപ്പോൾ വിശാലമായ ക്യാമ്പസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് കൂടെയാണല്ലോ. അപ്പോൾ നമ്മൾ മെയിൻ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ മെയിൻ ക്യാമ്പസിലൊക്കെ പോകുമ്പോൾ SFI ആണെങ്കിൽ മുണ്ടെടുത്തിരിക്കണം. നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ ചോപ്പ് വരെയൊന്നുമില്ല, കരയൊക്കെ ഏതും അതിൽ പ്രശ്നമില്ല. മുണ്ടെടുക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഐഡന്റിറ്റി. അപ്പം അങ്ങനെയൊന്നുമില്ല, കാലഘട്ടം മാറി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു SFI രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കം. പിന്നെ നമ്മൾ എത്രയും വേഗം ഡിഗ്രി കഴിയുക, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, കഴിയുമെങ്കിൽ റിസർച്ച് ചെയ്യുക. അത് പഠിപ്പിനുള്ള ഭാഗമായിട്ട് പോകാന്ന് വിചാരിച്ചു. പൂർണ്ണമായി. പിന്നെ അതിനകത്തൊന്നും ഒരു സംശയമില്ല. എത്രയും വേഗം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, പറ്റുമെങ്കിൽ റിസർച്ച് ചെയ്യുക, ടീച്ചറാകുക, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവുക. ഇതായിരുന്നു ആഗ്രഹം. രസകരമായ കൗതുകകരമായ വസ്തുത. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചേർന്ന് വന്ന ആള് നമ്മൾ ഒരു ഫസ്റ്റ് ഇയറിൽ എല്ലാ വർഷവും CMS ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. നമ്മുടെ യൂണിയൻ തവണത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയോറാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം കിട്ടിയ സിനിമ ആൻറ്റി ക്രൈസ്റ്റ് ആയിരുന്നു. ആൻറ്റി ക്രൈസ്റ്റ് നമ്മളെ കോളേജ് ക്യാമ്പസിൽ പ്രദർശിപ്പിച്ചു. ഇപ്പോൾ പേരിൽ ആൻറ്റി ക്രൈസ്റ്റ് ഉള്ളൂ, അതല്ലാതെ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെ മറ്റൊന്നാണ്. ആൻറ്റി ക്രൈസ്റ്റ് പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ കോളേജിലാകെ പ്രശ്നമായി. ഇങ്ങനെയൊരു പിന്നെ മാഗസിൻ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ ചെറിയ മാനേജ്മെൻറ്റുമായിട്ട് ഒരു ചർച്ചയില്ലായ്മയായി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്തു. പിന്നെ അടിയിൽ സംഘർഷമൊന്നും ഉണ്ടായി, അങ്ങനെയൊന്നും ഉണ്ടായി. ഇതായിരുന്നു ആൻറ്റി ക്രൈസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിച്ചു, ഫിലിം ഫെസ്റ്റിവൽ നടത്തി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. കോളേജ് അന്ന് മെയിൻ ക്യാമ്പസൊക്കെ അടയ്ക്കുന്നത് വലിയ വെക്കേഷൻ ഉണ്ടല്ലോ, മെയ് ഏപ്രിൽ ബ്രേക്ക്. അന്ന് ഇയർലി വെക്കേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് ആണ് നമ്മുടെ വലിയ അവധി എന്ന് പറയും. അപ്പോൾ വലിയ അവധിക്കായിട്ട് കോളേജ് അടയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് ദിവസം ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കത്ത് തന്നു. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ യൂണിറ്റ് പ്രസിഡന്റായി നമ്മൾ കുറേ പരിപാടികളൊക്കെ, പ്രസരം എന്ന് പറഞ്ഞൊരു സാംസ്കാരിക വേദിക്ക് ഉണ്ടായിരുന്നു. അത് അവിടുത്തെ പഴയ അധ്യാപകരെ അവരൊക്കെ വന്നു, നമ്മളെ നെരൂദ അനുസ്മരണം, മാധവിക്കുട്ടി അനുസ്മരണം ഇതൊക്കെ സംഘടിപ്പിച്ചു. അപ്പം ക്യാമ്പസ് അങ്ങനെ ഒരു നല്ല നിലയിൽ ആക്റ്റീവായി. അപ്പോൾ നമ്മളായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പിലൊക്കെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫിലിം ഫെസ്റ്റിവൽ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചൊരു ഘട്ടം കഴിഞ്ഞു. അപ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ ഇത് പോക്ക് നല്ലതല്ല എന്ന് തോന്നി, ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കാണിച്ചു ഡിസ്മിസ് ചെയ്തു. അപ്പോൾ പിന്നീട് ഏതാണ്ട് ഒരു 6 മാസക്കാലം നീണ്ട് സമരം സംഘടിപ്പിച്ചു എതിരെ എന്നെ തിരിച്ചെടുക്കണം. ഞാനിപ്പം അക്കാഡമിക്കലി ഏറ്റവും മോശമായിരുന്നില്ല, ഏറ്റവും ബ്രൈറ്റാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ സമയത്ത് റിസൾട്ട് വന്നപ്പോഴൊക്കെ ക്ലാസ്സിലെ അറ്റൻഡൻസ് ഒക്കെ കുറവുണ്ടായിരുന്നെങ്കിലും എക്സാമിനൊക്കെ ജയിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ SFI സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു കരിയറൊക്കെ ഉള്ള ഒരാളെ SFI അതിൻ്റെ പേരിൽ മാത്രം പുറത്താക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിച്ചു. 6 മാസക്കാലത്തോളം CMS കോളേജിൻ്റെ മുമ്പിൽ പന്തലിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും സത്യാഗ്രഹ സമരമായിരുന്നു. പിന്നീട് ആ ഒരു 2 മാസക്കാലത്തോളം സമരം പോയി. 2 മാസത്തിന് ശേഷം ഞാൻ പറഞ്ഞ ആ സമരരൂപം മാത്രം 2 മാസക്കാലത്തോളം പോയി.
അപ്പോൾ ഏപ്രിൽ മെയ് കഴിഞ്ഞപ്പോൾ ജൂണായപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. പുതിയ ഫസ്റ്റ് ഇയേഴ്സ് വരുന്നു. അന്ന് കോളേജിലേക്ക് സംഘടിപ്പിക്കപ്പെട്ട മാർച്ച് ഒരു അഗ്രസീവ് മാർച്ചായി മാറി. പിന്നെ അത് വലിയ ചർച്ചയായി, തർക്കങ്ങളായി. അപ്പോൾ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിലോ മറ്റോ പറഞ്ഞു, ഇങ്ങനെ കോളേജ് പ്രിൻസിപ്പളുടെ നിലപാട് അവധാനതയില്ലാത്തതാണ്, അതുകൊണ്ട് വിദ്യാർത്ഥിയെ തിരിച്ചെടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നീട് ഈ പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ബഹുമാനീയൻ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള അന്നത്തെ UDF നേതാക്കന്മാർ, അന്ന് ഒരു പ്രതിപക്ഷത്താണ്, VS ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അന്ന് അവർ സന്ദർശിച്ചു. കോളേജിലെ കാര്യങ്ങൾ ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് നോക്കിക്കോളും, പോലീസൊന്നും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കായികപരമായി കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളായി. അങ്ങനെ ഇത് കേരളത്തിലെ ഒരു വലിയ സംസ്ഥാന വിഷയമായി മാറി. ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നെ എന്തായാലും തിരിച്ചെടുക്കില്ല എന്ന് മാനേജ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കോഴ്സ് പരീക്ഷണാടിസ്ഥാനത്തിൽ CMS-ൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർ കോളേജ് ട്രാൻസ്ഫർ ആകാം. ഇപ്പൊ BTech CS ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ CS ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് സെം വരെ ഇവിടെ പഠിച്ചെങ്കിൽ തേർഡ് സെം CS-ന്റെ ഇതേ സിലബസുള്ള വേറെ ഏത് കോളേജിലും KTU-ന് കീഴിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ബാക്കി അങ്ങനത്തെ ഒരു കോഴ്സ് ആണെങ്കിൽ എനിക്ക് MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഏത് കോളേജിലും പോവാം. നമ്മൾ ഓപ്റ്റ് ചെയ്ത കോഴ്സ് CMS-ൽ മാത്രമേ ഉള്ളൂ, യുണീക്കാണ്. അപ്പോൾ ഇന്റർ കോളേജ് ട്രാൻസ്ഫർ ഒന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പോകണം. ഏറ്റവും ഒടുവിൽ പിന്നീട് സുപ്രീം കോടതിയിലൊക്കെ ഉണ്ടായിരുന്ന ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നു. ഇന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി, അന്ന് കോട്ടയം MLA ആണ് VN വാസവൻ. അന്ന് പിന്നീട് കോട്ടയത്തിൻ്റെ MP ഏറ്റുമാനൂർ MLA ഒക്കെ ആയിരുന്നു സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പൊക്കെ അവിടെ തന്നെ പഠിച്ചാണ്, CMS-ൻ്റെ പ്രൊഡക്റ്റാണ്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ജസ്റ്റിസ് KT തോമസോട് പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തി. എന്നെ തിരിച്ചെടുക്കില്ല, എക്സാം എഴുതാൻ എനിക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് പഠിപ്പില്ല, അതായത് ക്ലാസ്സിൽ കയറിയൊന്നും പഠിക്കാൻ സമ്മതിക്കില്ല, എക്സാം എഴുതാൻ എൻ്റെ ബാച്ചിലെ കുട്ടികളോടൊപ്പം യൂണിവേഴ്സിറ്റിയുടെയും കോളേജിൻ്റെയും സ്റ്റുഡൻ്റായിട്ട് തന്നെ അനുവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷം പുറത്തു നിന്നു. എക്സാം എഴുതാൻ മാത്രം കോളേജിൽ കയറി. എൻ്റെ ബാച്ചിലെ കുട്ടികളോടൊപ്പം സാമാന്യം ഭേദപ്പെട്ട മാർക്കോടുകൂടെ തന്നെ നമ്മൾ പഠിച്ച് പാസ്സായി. അല്ല, അപ്പോൾ SF ഒരു പ്രവർത്തനങ്ങളും പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നിന്ന് ഇല്ല. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ക്ലാസ് മുറിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ SFI എന്ത് ചെയ്തു? SFI എന്നെ പെട്ടെന്ന് തന്നെ പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കോളേജൊക്കെ ഉൾക്കൊള്ളുന്ന ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാക്കി, സെക്രട്ടറി ആക്കി. അപ്പോൾ SFI എന്നെ പിന്നെ വിട്ടില്ല. അങ്ങനെ SFI ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയി. അതേ സമയത്ത് തന്നെ ഡിഗ്രി പാസ്സായി. എൻ്റെ ബാച്ചിലെ കുട്ടികളോടൊപ്പം തന്നെ പാസ്സായി. അതിനുശേഷം പിന്നീട് SFI കുറച്ച് കഴിഞ്ഞപ്പോൾ 1 വർഷത്തിനകം തന്നെ SFIയുടെ ജില്ലാ പ്രസിഡൻ്റായി. അതൊക്കെ വളരെ ഭയങ്കര സ്പീഡിൽ, വളരെ ആകസ്മികമായി വരുന്നു. ഇതൊന്നും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചത്. ഞാനതാ പറഞ്ഞു, മുമ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്ന പ്രൊജക്റ്റുകളും പദ്ധതികളും ഒക്കെ അപൂർവമായിരിക്കും, പലപ്പോഴും ആകസ്മികതകളുടേതാണ്. പിന്നെ SFI ഏരിയ പ്രസിഡൻ്റായ സമയത്ത് തന്നെ പെട്ടെന്ന് ടൗണിൽ പോലീസുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, സമരത്തിൻ്റെ ഭാഗമായിട്ട് സംഘർഷം ഉണ്ടായി. ഒരു ആദ്യത്തെ അനുഭവം തന്നെ 19 വയസ്സിൽ തന്നെ അന്ന് UDF മിനിസ്ട്രി അധികാരത്തിൽ വന്നു. 2011 ഒരു കേസുണ്ടായി. ആദ്യം തന്നെ വീട്ടിൽ പോലീസ് രാവിലെ 5 മണിയായപ്പോൾ വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലും അതിഭീകരമായ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അത് പല രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ ഏറെക്കുറെ നേരിടേണ്ട വന്നിട്ടുള്ള അനുഭവം. ഒരു കോൺഗ്രസ് അതെ, വീടും നാടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഇങ്ങനെ വീട് വളഞ്ഞിട്ടൊക്കെയാവും അറസ്റ്റ് ചെയ്യാം. അപ്പം എൻ്റെ വീട് ദേശീയപാതയുടെ അരികിലാണ്. മണർകാട്. അപ്പോൾ പോലീസ്, ഞാൻ ചുരുക്കി പറഞ്ഞാൽ പോലീസ് ജീപ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ നാട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പോലീസ് ജീപ്പ് ഇങ്ങനെ വീട് വളഞ്ഞ് നമ്മളെ അറസ്റ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് തന്നെ എന്നെ പല്ല് തേക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പല്ലൊക്കെ തേച്ചൊന്ന് ഡ്രസ്സ് മാറി. ഇല്ലില്ല, അതിനൊന്നും സമയമില്ല, എത്രയും വേഗം പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനപ്പോൾ ബെഡ് റിഡനാണ്. ഞാൻ പറഞ്ഞിങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരറിയാതെ പോകുന്നതായിരിക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എത്രയും വേഗം വരണം. അപ്പം അമ്മ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇല്ല, ഞങ്ങൾ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞ് 19 വയസ്സിൽ അന്ന് റിമാൻഡിൽ പോയി. അപ്പോൾ ആദ്യത്തെ ജയിൽവാസം തന്നെ ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജയിൽവാസമായിരുന്നു. പിന്നെ ജയിലിലൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മനസ്സിലായി ഇനിയിപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ എൻ്റെ ഒരു
രാഷ്ട്രീയത്തിലുള്ള എൻ്റെ ഒരു നിലപാട് മാറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങോട്ടേക്ക് യെസ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കേസ് കഴിഞ്ഞിട്ടാണോ SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതും? അതൊക്കെ 19-ാം വയസ്സിൽ തന്നെ കേസിലൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആകേണ്ടതായിട്ട് വരും. എനിക്ക് മാത്രമൊന്നുമല്ല, അതൊരു സ്വാഭാവിക കാര്യമാണ്. രാഷ്ട്രീയക്കാരനായ ജയിലിൽ എടുക്കണമെന്ന് ഉണ്ടോ? അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് അല്ലല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ കേരളത്തിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ ഇപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ മിനിസ്റ്റീരിയൽഷിപ്പ് അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പർ സ്ഥാനം, ഇതൊക്കെ ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ അനുഭവം എന്ന് വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷക്കാരുടെ രാഷ്ട്രീയ അനുഭവം, SFIയിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നവരുടെ രാഷ്ട്രീയ അനുഭവം എന്ന് പറയുന്നത്, പല ആളുകളും പറയാറുണ്ട് പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് ചാൻസസ്. പല റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസും ഈ ഡിബേറ്റിലൊക്കെ പോയിരിക്കും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ സ്ഥാനം കിട്ടാൻ നിങ്ങൾ BJP ആവും, കോൺഗ്രസ് ആവും, അപ്പോൾ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പലരും അങ്ങനെ മാറുന്നുണ്ട്, കാണാൻ പറ്റും. അപ്പം ഞാനെപ്പോഴും അങ്ങനെ പറയുന്ന സമയത്തൊക്കെ മാനസികമായി ഉയർന്നു വരാറുള്ള പ്രതികരണമാണ്, നിങ്ങൾക്കതായിരിക്കും പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് ചാൻസസ് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷേ കേരളത്തിൽ SFIയിലൂടെ വന്നിട്ടുള്ള ഏത് സാധാരണക്കാരനോട് ചോദിച്ചു നോക്കുക, അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യതകളുടെ കലയല്ല. ഇഫ് ദർ ഈസ് ആൻ ആർട്ട് ഓഫ് സാക്രിഫൈസ്, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതിനൊരു ആർട്ടിസ്റ്റിക് മുഖം ഉണ്ടെങ്കിൽ അതാണ് രാഷ്ട്രീയം. നേതാവാവുന്നതല്ല പ്രാധാന്യം, ഒരിക്കലും അല്ല, നെവർ എവർ. നിങ്ങൾക്ക് SFI 19-ാം വയസ്സിൽ, നിങ്ങൾ 18-ാം വയസ്സിൽ ചിലപ്പോൾ മർദ്ദനമേൽക്കേണ്ടത് വരുന്നു, അല്ലെങ്കിൽ കേസിൽ പ്രതിയാകേണ്ടി വരുന്നു, ജയിലിൽ പോകേണ്ടതായിട്ട് വരുന്നു, മരണപ്പെടേണ്ട വന്നിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാവുക, SFIയുടെ പതാക പിടിക്കുക. അപ്പോഴെന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ജയിലായിരിക്കാം, കേസായിരിക്കാം, മർദ്ദനമായിരിക്കാം, ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളായിരിക്കാം. അങ്ങനെ ജീവൻ നഷ്ടപ്പെടേണ്ട വന്ന 35 വിദ്യാർത്ഥികൾ കേരളത്തിൽ SFIക്ക് മാത്രമുണ്ട്. SFI തിരിച്ചെന്നുള്ള ഒരാളെ കൊലപ്പെടുത്തിയതായിട്ട് ഇതുവരെ ആരും അവകാശപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു ONVയുടെ ഒരു പ്രതികരണമുണ്ട്, ആരുടെയെങ്കിലും ജീവൻ എടുക്കാനുള്ള ക്രൂരതയല്ല, മറിച്ച് സ്വയം ജീവൻ ത്യജിക്കാനുള്ള ധീരതയാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഡെഫിനിഷനാണ് കേരളത്തിലെ ലെഫ്റ്റിനെ, SFI ഇടതുപക്ഷത്തേക്ക് സംബന്ധിച്ച്. അപ്പം നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമാകുന്നത്. അപ്പം അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച മിനിസ്റ്റീരിയൽഷിപ്പ്, പാർലമെൻ്ററി പദവി, അല്ലെങ്കിൽ നാളെ കിട്ടാൻ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തിലെ ഉയർന്ന അധികാര പദവികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആർട്ട് ഓഫ് സാക്രിഫൈസ് ആണ്. നമ്മളെ നഷ്ടപ്പെടുത്തി നടത്തുന്ന സാമൂഹ്യ സേവനത്തിന്, മനുഷ്യർക്കിടയിൽ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു കലയുടെ രൂപമുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് രാഷ്ട്രീയം. കേട്ടിരിക്കാൻ നല്ല രസം. അല്ല, എനിക്കൊരു വന്ന സംശയമാണ്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ SFIക്കാരെ എന്തെങ്കിലും സമരം ചെയ്യുമ്പോൾ അടിച്ചമർത്തുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴത്തെ ഭരണത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചമർത്തുക, അത് എങ്ങനെ? അത് ഭരിക്കുന്ന ആൾക്കാർ ഭരണം ഇല്ലാത്ത ആൾക്കാരോട് ചെയ്യുന്ന ഒരു അടിച്ചമർത്തലാണോ? സമരം വേണ്ട, അങ്ങനെ ഒരു ക്രൂരത, അല്ലെങ്കിൽ സമരം ചെയ്യാലോ ആർക്കും, റൈറ്റ് ടു ഇല്ലേ? പക്ഷെ അതൊരു അടിച്ചമർത്തപ്പോ എന്തെങ്കിലും സമരം ഉണ്ടെങ്കിൽ പോലീസിനെ വെച്ചിട്ട് ഫുൾ തീർക്കുക എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി, അത് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് അതിന്. ഒരാൾ ഭരിക്കുമ്പോൾ ഒരാൾ അപ്പുറത്തേക്ക് അടിച്ചമർത്തുക, ഒരാൾ ഭരിക്കുമ്പോൾ അപ്പുറത്തുള്ള അടിച്ചമർത്തുക. അത് നമ്മൾ ഇപ്പം അങ്ങനെ ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട്. വേണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ സമരം ചെയ്യും, അവരെ മർദ്ദിക്കും, കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷക്കാർ സമരം ചെയ്യും, അവരെ മർദ്ദിക്കും. യഥാർത്ഥത്തിൽ ഇപ്പോൾ തിയറി പറയുകയാണെങ്കിൽ നീണ്ട ഗ്രാംഷിയുടെ പല തിയറികളൊക്കെ പറയാനുണ്ട്, അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അക്കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ സൂക്ഷ്മതയിൽ രാഷ്ട്രീയം പറയും. കാരണം അനാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഏത് സമരരംഗവും ചിലപ്പോൾ അഗ്രസീവ് ആകും. ഉണ്ടാകുന്ന വിഷയം സമരത്തിനാധാരമായ വിഷയം പോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡൽഹിയിൽ നമ്മളൊക്കെ പറയാറുള്ള പേര് നിർഭയ എന്നുള്ളതാണ്. നിർഭയ എന്നുള്ള പേര് നമ്മൾ പറയുന്നതാണല്ലോ. ആ ഡൽഹിയിലെ പെൺകുട്ടി ബലാത്കാരം ചെയ്യപ്പെട്ട സമയത്ത് അസാധാരണ സമരങ്ങൾ കാണാൻ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ബിയോണ്ട് പൊളിറ്റിക്കൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പലരും വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, പ്രസിഡന്റിൻ്റെ കൊട്ടാരം ഉണ്ടല്ലോ, റെയ്സീന ഹിൽസ് എന്ന മറ്റാണ് അത് പറയുന്നത്. റെയ്സീന ഹിൽസിലേക്ക് പ്രക്ഷോഭകാരികൾ, ഈ JNUവിലെ ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ ഇരച്ചു കയറി. നമുക്ക് സാധാരണഗതിയിൽ ചിന്തിക്കാൻ പറ്റില്ല, ഇന്ത്യൻ പ്രസിഡന്റ് പോലെയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവി നിൽക്കുന്ന ആളുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുകയാണ്, റെയ്സീന ഹിൽസിലേക്ക് ഇരച്ചു കയറുകയാണ്. സമീപത്തൊന്നും അങ്ങനെ ഒരു ചരിത്രമുള്ളതായിട്ട്. പക്ഷെ അന്ന് അതിനെ ആരും വലിയ തോതിൽ വിമർശിച്ചില്ല. പോലീസുമായിട്ടുള്ള ക്ലാഷൊക്കെ ഉണ്ടായി. കാരണം ആ സാഹചര്യം, ആ സമരത്തിൻ്റെ ആവശ്യം അത്രയും അഗ്രസീവായൊരു സമരത്തെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വേണമെങ്കിൽ പെട്ടെന്ന് കോട്ട് ചെയ്ത് പറയാം. ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രവർത്തന കാലഘട്ടത്തിലാണ് ജിഷ്ണു പ്രണോയ് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരിക്കുകയും
ഒരു ഇവരുടെ മാനേജ്മെൻറ്റ് ടോർച്ചറിന് വിധേയമാക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു കൊലപാതകമാണ്. വലിയ സമരം ഉണ്ടായി. കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജ്, പൊതുവിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ അത്ര രാഷ്ട്രീയ പ്രവർത്തനത്തിന് സുഗമമായ സാഹചര്യമുള്ള സ്ഥലമല്ല. പക്ഷേ കേരളത്തിലെ എല്ലാ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സമാനമായ പരാതികൾ ഉയർന്നു വന്നു. പരാതിപ്പെടാൻ വിദ്യാർത്ഥികൾ തയ്യാറായി. പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും വലിയ സമരം പൊട്ടിപ്പുറപ്പെട്ടു. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വലിയ സമരം പൊട്ടിപ്പുറപ്പെട്ടു. കാരണം ആ ഘട്ടം ആ സമരങ്ങളെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പല കാര്യങ്ങൾ. പിന്നെ അനാവശ്യമായിട്ട് സമരത്തെ പ്രശ്നമാക്കാൻ സമരക്കാർ ശ്രമിച്ച അനുഭവം കേരളത്തിൽ ധാരാളമുണ്ട്. പോലീസ് മനുഷ്യത്വരഹിതമായി ഇടപെട്ട അനുഭവം. ഇപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പ് 5 പേരെയാണ് വെടിവെച്ച് കൊന്നത്. ഇപ്പോൾ അതിൽ 30 വർഷക്കാലം ജീവിച്ച പുഷ്പൻ ഇപ്പോൾ രക്തസാക്ഷിത്വം മരിച്ചു. വെടിയുണ്ടയേറ്റ് അദ്ദേഹം ജീവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ 6 പേർ പുഷ്പനെയും കൂടെ കൂട്ടി വെടിവെച്ച് കൊന്നുകളഞ്ഞു. UDF ഭരണകാലത്തായിരുന്നു. അത്തരമൊരു അനുഭവം ഒന്നും പിന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കസ്റ്റഡിയിൽ മർദ്ദനം ഉണ്ടായി. പിന്നെ അതിനകത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കാലയളവിൽ ഒരു കസ്റ്റോഡിയൽ ഡെത്ത് അല്ലെങ്കിൽ ഒരു കസ്റ്റോഡിയൽ മർദ്ദനം ഉണ്ടായാൽ അതിനെ ഡിഫെൻഡ് ചെയ്യുക ഒന്നും നമ്മൾ ആരും ഒരിക്കലും ചെയ്യില്ല. കാരണം ഭരിക്കുന്നത് ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ CPIM ജില്ലാ കമ്മിറ്റി അംഗം ആയി കൂടെ പ്രവർത്തിക്കുന്നയാളാണ്. CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കസ്റ്റോഡിയൽ ഒരു ടോർച്ചറിങ് ഉണ്ടായാൽ അല്ലെങ്കിൽ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടായാൽ ഞങ്ങൾ ഭരിക്കുന്ന സമയത്തുണ്ടായതാണ് എന്നുള്ളത് കൊണ്ട് അതിന് നേരം മിണ്ടാതിരിക്കുക എന്നുള്ളത് മര്യാദകേടാണ്. അപ്പോൾ ആ സമയത്ത് കുന്നംകുളത്ത് മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മർദ്ദനം തെറ്റാണ് എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നു അതിലെ പല പോലീസുകാർക്കെതിരെയും നടപടിയെടുത്തു. പിന്നെ മാത്രമല്ല ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത പോലീസിൽ സാധാരണ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അച്ചടക്ക നടപടി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ നടപടിക്രമങ്ങൾ ഒന്ന് സസ്പെൻഡ് ചെയ്യുക ചെറിയ സമയത്തേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ഇതൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 98-ലധികം വരുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ തുടരാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൊടുക്കാനുള്ള പ്രധാനപ്പെട്ടത്. അക്കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിന് ഒരു സവിശേഷകരമായ ഒരു റോളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ CMS കഴിഞ്ഞ് അത് കഴിഞ്ഞ് പാർട്ടി സ്റ്റേറ്റ് പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 2015 കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ഷന് മത്സരിക്കാൻ പോയി. അതും പെട്ടെന്നായിരുന്നു. അല്ല ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ അങ്ങനെ കയറി പോകുന്നത്, ആ ഗ്രാഫ് വെച്ച് ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഒറ്റടിക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം എന്താ യൂണിറ്റ് ഇത്, അത് കഴിഞ്ഞിട്ട് ഏരിയ സെക്രട്ടറി ആ ഒരു പരിപാടി, അത് കഴിഞ്ഞിട്ട് പിന്നെ SFI സ്റ്റേറ്റ് പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ 2.5 വർഷം SFI സ്റ്റേറ്റ് പ്രസിഡന്റ്, അത് കഴിഞ്ഞ് പിന്നെ 2016 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനായിട്ടാണ് പിന്നെ മത്സരിക്കാൻ പോകുന്നത്. അത്രയും ചെറുപ്പകാലത്ത് അല്ലേ? അത് അതിനോട് മറ്റ് രാഷ്ട്രീയത്തിലൊക്കെ ഈ പറയുന്ന വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് ലീഡറായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പോഴത്തെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹം പ്രവർത്തനപ്പോൾ അദ്ദേഹത്തെ പലരും വേറെ ഈ രാഷ്ട്രീയ വിരോധം കൊണ്ട് പല നിലയിലും ആക്ഷേപിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് വെച്ചാൽ അദ്ദേഹം DYFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടാണ്. കേരളത്തിൽ DYFIക്ക് ഇപ്പോൾ ഉദ്ദേശം 30,000-ലധികം വരുന്ന യൂണിറ്റുകളുണ്ട്. യൂണിറ്റ് കമ്മിറ്റിയുടെ മുകളിൽ മേഖലാ കമ്മിറ്റിയാണ്, അതിൻ്റെ മുകളിൽ ബ്ലോക്ക് കമ്മിറ്റിയാണ്, അതിൻ്റെ മുകളിലാണ് ജില്ലാ കമ്മിറ്റി, അതിൻ്റെ മുകളിൽ സ്റ്റേറ്റ് കമ്മിറ്റി. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അതിൻ്റെ ഏറ്റവും താഴെ കീഴ്ഘടകമായിട്ടുള്ള യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം ഈ പറയുന്ന സൂചിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായി. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറാകുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയി നന്നായി പ്രവർത്തിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാവരുടെയും നിങ്ങൾ പരിശോധിച്ചാൽ മതി, അതിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ കേരളത്തിലെ ഏത് CPM പ്രവർത്തകൻ്റെയും രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് പാർട്ടിയുടെ ബ്രാഞ്ചിൽ ആരംഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റിൽ ആരംഭിക്കുന്നതായിരിക്കും. അവരവിടുന്ന് പ്രവർത്തിച്ചിട്ടാണ് മുകളിലേക്ക് വരുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്നതുപോലെയാണ് അവർക്ക് ലഭിക്കുന്ന ഓരോ സംഘടനാ പദവികളെയും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പദവികളോട് സ്ഥാനങ്ങളോട് ആഗ്രഹിച്ചിട്ടില്ല? അങ്ങനെ ഒരു ആഗ്രഹം തോന്നിപ്പിക്കാൻ ഇതുവരെ സംഘടനാ പ്രവർത്തനത്തിന് അത്ര കരുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ
ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹം. അതിപ്പോൾ നമ്മളൊരു കോളേജ് യൂണിയനിൽ മത്സരിക്കുമ്പോഴാണെങ്കിലും സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സംഘടനാ പ്രവർത്തനത്തിന് ഈ പറയുന്ന ഒരു സർഗാത്മക സൗന്ദര്യമുണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇടതുപക്ഷക്കാർക്ക് പ്രത്യേകിച്ച് ഇത് കിട്ടും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നു CPIM-നുള്ളിൽ അസാധാരണമാം വിധം സൗന്ദര്യമുണ്ട്. ഇപ്പം മാവോയുടെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതയായി മാറും എന്ന് മാവോ പറയുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി. അപ്പോൾ കോവിഡിൻ്റെ സമയം മുതൽ ഞങ്ങൾ DYFI ആസൂത്രണം ചെയ്തൊരു റീസൈക്കിൾ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം 11 കോടി രൂപ പ്രളയത്തിൻ്റെ സമയത്ത് CMDRF-ലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രി വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ വയനാടിനെ സഹായിക്കണമല്ലോ. സ്വാഭാവികമായും മനുഷ്യരായി പറഞ്ഞ മുഴുവൻ മലയാളികളുടെയും കടമയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി DYFI സ്വീകരിച്ചൊരു സമീപനമുണ്ടായിരുന്നു. ഒരു റസീത് അച്ചടിച്ചിട്ട് ഒരാളോട് പോയിട്ട് ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു വലിയ മുതലാളിയെ കണ്ടിട്ട് ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് സംഭാവന ചെയ്യണം, വയനാട് വീട് പണിയാനാണ്, അങ്ങനെയായിരുന്നില്ല. ഒരാളിൽ നിന്നും ഒരു രസീതും അച്ചടിച്ച് ഒരു നാണയത്തൊട്ട് ലിക്വിഡ് ക്യാഷായി വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മറിച്ച് DYFI അതിൻ്റെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ അധ്വാനം വിൽക്കാൻ ആവശ്യപ്പെട്ടു. മണ്ണ് ചുമന്നു, കല്ല് ചുമന്നു, മീൻ വിറ്റു, പത്രം ശേഖരിച്ചു, പഴയ ആക്രികൾ ശേഖരിച്ചു, കേരളത്തിലെ റീസൈക്കിൾ എന്ന നിലയിൽ കേരളത്തിൻ്റെ മാലിന്യങ്ങൾ ശേഖരിച്ചു, അതിനെ വിൽപ്പനയ്ക്ക് വെച്ചു. അപ്പോൾ അത്ഭുതകരമായി തോന്നിയത് 20,44,682 രൂപയാണ് അധ്വാനം വിറ്റ് നേടിയത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഇടതുപക്ഷ വിരുദ്ധത ഉണ്ട് എന്നതുകൊണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ മറ്റൊരു യുവജന സംഘടന ഇങ്ങനെയൊന്ന് ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അപ്പം ഇത് അധ്വാനം വിറ്റിട്ടാണ്. ഒരു രസീത് എഴുതിയിട്ട് നിങ്ങളോട് ഒരു 50,000, 1 ലക്ഷം അങ്ങനെ വാങ്ങിയിട്ടല്ല. അത് കേരളത്തിലെ ജനങ്ങൾ, വിവിധ വിഭാഗം രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന, വിവിധ മതജാതി സമുദായങ്ങൾ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വയനാടിന് വേണ്ടി അധ്വാനം വിറ്റിട്ടാണ്. ചെറുപ്പത്തോട് പറയുന്നത് അധ്വാനം വിൽക്കുക. അതിൽ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, കർഷകരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, IT പ്രൊഫഷണലുകളുണ്ട്, ഡാറ്റാ സയൻറ്റിസ്റ്റുകളുണ്ട്, പത്രം ഇടാൻ പോകുന്ന ജോലി ചെയ്യുന്നവരുണ്ട്, ദിവസവേതനക്കാരുണ്ട്, കൂലിത്തൊഴിലാളികളുണ്ട്. അവരോടൊക്കെ DYFI പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അധ്വാനം വിറ്റിട്ട് വയനാടിന് വേണ്ടി ഒരു പണം ചോദിക്കണം. അപ്പോഴാണ് 20,44,682 വരുന്ന തുക കിട്ടുന്നത്. നേരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി ഞങ്ങളെല്ലാവരും. എനിക്ക് ആ സമയത്ത് ചുമതല ഞാൻ എൻ്റെ ജില്ലയിൽ തന്നെയായിരുന്നു, കോട്ടയത്തായിരുന്നു ചുമതലയുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ 1 കോടിയിലധികം വരുന്ന തുക ഇതിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ കോട്ടയം ജില്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പരിമിതിയുണ്ട്. DYFI എന്ന് പറയുമ്പോൾ, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ സ്വീകാര്യതയുള്ള ജില്ലയല്ല കോട്ടയം. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്യാമ്പയിന് നേതൃത്വമായി ഞങ്ങൾ ആ സമയത്ത് യൂണിറ്റിൽ പോകും, മേഖലാ കമ്മിറ്റിയിൽ പോകും യോഗം ചേരാൻ, പിന്നെ ബ്ലോക്ക് കമ്മിറ്റിയിൽ പോകും, ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കും. അപ്പം ഒരു ഹെൽത്തി അന്തരീക്ഷം ഉണ്ടാകുന്നു. ഓരോ കമ്മിറ്റിയും ഇത്ര തുക അടയ്ക്കുന്നു. അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച തുകയുടെ വലിപ്പം നോക്കുമ്പോൾ 1 കോടി കവിഞ്ഞു ഒരു ഘട്ടമെത്തിയപ്പോൾ. അപ്പോഴാണ് ഞങ്ങൾ ക്യാമ്പയിൻ അവസാനിപ്പിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ആ തുക കൈമാറി. നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതയായി മാറുമെന്ന് പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കലായി രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇലക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ. അപ്പോൾ ഞാനിങ്ങനെ റഫാക്കി എഴുതിയിട്ടുള്ളത് 2016 ഇലക്ഷൻ, 26 ഇലക്ഷൻ, 2016 ഇലക്ഷൻ എത്ര 44,595 വോട്ട്. അതിൽ 27,092 ഭൂരിപക്ഷത്തില് അവര് ജയിക്കുന്നു, UDF ജയിക്കുന്നത്. പിന്നെ 2021 ഇലക്ഷൻ, പിന്നെ സ്ഥാനാർത്ഥിത്വം, അതിൽ 54,000 പിന്നെ കൂടി 328 വോട്ട് കിട്ടി. അതില് അവരെ ഭൂരിപക്ഷം പിന്നെയും കുറഞ്ഞു 9,044. അപ്പൊ ചാൻസ് കൂടി പിന്നെ. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ വിടപറച്ചിലോടിയിട്ട് ബൈ ഇലക്ഷൻ പിന്നെയും വരുന്നു 2023. അപ്പോ അച്ഛൻ 2 പ്രാവശ്യം പിന്നെ മകനായിട്ടാണ് മത്സരം വരുന്നത്. അപ്പൊ പിന്നെ 42,425 വോട്ട്, ആൾക്കാണെങ്കിൽ 80,000 സംതിങ് വോട്ടോട് കൂടിയിട്ട് ഒരു 37,219 വോട്ടില് ഭൂരിപക്ഷം വിജയിക്കുന്നത്. ഈ ഒരു 3 വർഷം ഒരേ നിയോജക മണ്ഡലം, ഒരേ 3 വർഷം അടുപ്പിച്ചിട്ട് അതിൽ ഇനി 2026 ഇലക്ഷനിൽ പോകുമ്പോൾ എനിക്കറിയില്ല മത്സരിക്കോ ഇല്ല. അതുകൊണ്ട് അപ്പൊ മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു LDF അല്ലെങ്കിൽ CPIM സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സാധ്യത, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രിപ്പറേഷൻ എങ്ങനെയാ അതിനോട്? ഇല്ല, ഞാൻ ഇടതുപക്ഷത്തെ സൂക്ഷ്മതയിൽ പരിശോധിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെ പ്രവർത്തനമില്ല. നമുക്ക് സംഘടന ഉത്തരവാദിത്തം, സംഘടനാ ചുമതലകൾ. DYFIയുടെ
ഓൾ ഇന്ത്യ സെൻറ്ററിൻ്റെ ഭാഗമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എനിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയുണ്ട്. അപ്പോൾ എനിക്ക് 2 ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ചുമതലയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ആ ചുമതലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പീക്ക് ടൈമാണല്ലോ ഇപ്പോൾ. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും DYFI സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിലേക്ക് വീണ്ടും മടങ്ങും. അങ്ങനെയാണ് പോകുന്നത്. അതൊന്നും ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമല്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് വന്നാൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി വിവിധ ഘടകങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ ഒരു വിദ്യാർത്ഥി പ്രതിനിധിയായിട്ടാണ്, സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു വിദ്യാർത്ഥി മുഖമായിട്ടാണ് 2016 മത്സരിക്കേണ്ടതായിട്ട് വന്നത്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു നാടിൻ്റെയൊക്കെ സ്വഭാവം നോക്കാൻ എടുത്ത ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുപ്പക്കാർ ധാരാളമായിട്ട്, ചെറുപ്പക്കാരികൾ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വ്യത്യാസമൊന്നുമില്ല, ധാരാളമായിട്ട് ഇടതുപക്ഷത്തേക്ക് പുതുതായി ആകർഷിക്കപ്പെട്ടു. 2020 എത്തുമ്പോൾ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചിട്ട് 25 വർഷമായി. എപ്പോഴും CPM വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തി. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഒരു കണക്ക് ഇപ്പോൾ 8 പഞ്ചായത്ത്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് മാത്രമല്ല, ഞങ്ങളുടെ സമീപത്തുള്ള മണർകാട്, പാമ്പാടി, കൂരോപ്പട, അകലക്കുന്നം, പുതുപ്പള്ളി, വാകത്താനം, ഇങ്ങനെ ഞങ്ങളുടെ സമീപ പഞ്ചായത്തുകളെല്ലാം CPM നൽകുന്ന ഭരണസമിതികൾ അധികാരത്തിൽ വന്നു. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഈ സൂചിപ്പിച്ച 2021 ഇലക്ഷൻ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടത്. രാഷ്ട്രീയം നന്നായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ 50ാം നിയമസഭാ വാർഷികമായിരുന്നു. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു, ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്തൊരു വാർത്തയുണ്ട്, 50ാം വർഷം ലക്ഷ്യം 50,000 ഭൂരിപക്ഷം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മാറ്റം അവിടെ ആകെ സംഭവിച്ചപ്പോൾ കോട്ടയത്തൊക്കെ പൊതുവിലുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായി ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അത്ഭുതകരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ഇങ്ങനെ എഴുതിയ എല്ലാ മാധ്യമങ്ങൾക്കും ഞെട്ടിവിറച്ചു കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അന്നത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാർത്ത മാറ്റി എഴുതേണ്ടതായിട്ട് വന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ട വന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ മരണാനന്തരമുള്ള ഇലക്ഷനിലൊന്നും എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയം നല്ലവണ്ണം ചർച്ച ചെയ്യപ്പെട്ടു എന്നൊരു അഭിപ്രായമില്ല. മറ്റു പല കാര്യങ്ങളുമായിരുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെവിടെയും മരണപ്പെട്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുമതി ലഭിച്ചൊരു അനുഭവം ഇതുപോലെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു. പല നിലയിലും ആഘോഷിക്കപ്പെട്ട മരണത്തിൻ്റെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ആയിരുന്നു ഒരു നമ്മുടെ പബ്ലിക് ഡൊമൈനിലാകെ. അതിൻ്റെ ഒരു പ്രതിഫലനം എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കേരളത്തിൻ്റെ പൊതുമുന്നേറ്റത്തോടൊപ്പം മാറാൻ കോട്ടയം ജില്ലയ്ക്കും ഈ സൂചിപ്പിച്ച പ്രദേശങ്ങൾക്കൊക്കെ കഴിയേണ്ടതാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥികളായി തീരുമാനിക്കപ്പെടുക അങ്ങനെയൊന്നുമല്ല. അതെല്ലാം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളാണ് തീരുമാനിക്കുന്നത്. വ്യക്തിപരമായി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും ആയിക്കോട്ടെ. അപ്പൊ ഇത് തീരുമാനിച്ചിട്ടില്ല, പാർട്ടി പറയണെങ്കിൽ നമ്മൾ ഇനിയും അങ്ങനെ ഒരു മറുപടി പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരിക്കുക, അങ്ങനെ ഒരു മറുപടി പറയാൻ പോലും താല്പര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ആർജവമുള്ള നല്ലൊരു നേതൃനിര ഇതിനോടകം തന്നെ ഇടതുപക്ഷത്തിന് CPM പ്രത്യേകിച്ചുണ്ട്. ഇവിടെ മാത്രമല്ല എല്ലായിടങ്ങളിലും. അപ്പോൾ നിശ്ചയമായിട്ടും നല്ല ആർജവത്തോടു കൂടെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാനും വിജയിപ്പിച്ചെടുക്കാനും പറ്റുന്ന ഒരുപിടി മുഖങ്ങൾ വിവിധ പ്രദേശങ്ങളിലുണ്ട്, ഇവിടെയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി നല്ല നിലയിൽ അവരെ സ്ഥാനാർത്ഥികളാക്കുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇനിയിപ്പോ അത് ചോദിച്ചിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല. ഇനിയിപ്പോ ഒരു വിഷൻ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ്, ഒരു നാടിനോട്, സ്വന്തം നാടാണ് കോട്ടയം, നമുക്ക് മാറ്റണം എന്നുള്ള ആഗ്രഹം എന്നുള്ള ഒരു 2-4 കാര്യങ്ങളും അതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും? കേരളത്തിൽ ഈ പറയുന്നത് പോലെ അപ്രായോഗികവും അസാധ്യവുമാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കപ്പെട്ട കാലഘട്ടമാണ് 2016-26 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ച നിശ്ചയമായിട്ടും ആ മാറ്റങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോകും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. പഞ്ചായത്ത് ഇലക്ഷനിൽ പലരും പറയാറുണ്ട്, ഇപ്പോൾ വാർഡിൽ വ്യക്തികളുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ ഇതൊക്കെ ആയിരിക്കും വോട്ടായി വരിക. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ പൊളിറ്റിക്കലായി മാറും. പക്ഷേ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എനിക്ക് ചുമതലയുള്ള പഞ്ചായത്തിൻ്റെ പ്രകടന പത്രികയും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഇന്നും ഇങ്ങോട്ടേക്ക്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ചുമതലയുള്ള പഞ്ചായത്തിൽ
ഭവനരഹിതരുടെ ആകെ അപേക്ഷ 2016 വന്നത് 98. 2025 എത്തുന്നുണ്ടോ. ഭവനരഹിതർ ഒരാൾ പോലും ഇല്ലാത്ത അപേക്ഷകരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് വെച്ചു കൊടുത്തു. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, എൻ്റെ പഞ്ചായത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഏതാണ്ട് 5 ലക്ഷത്തോളം ഭവനരഹിതർക്കാണ് ഭവനമുള്ളതായി മാറിയത്. ലൈഫ് മിഷന്റെ പ്രത്യേകതയാണ്. അപ്പം അതൊരു മാറ്റമാണ്. ഭവനരഹിതരില്ലാത്ത സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദേശീയപാത അത്ഭുതകരമാണ്. കാരണം ഞാൻ ഓർക്കുന്നു 2016 നിങ്ങൾ സൂചിപ്പിച്ച ഈ ഇലക്ഷന് തൊട്ട് മുന്നായിട്ട് ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ചൊരു ചോദ്യം ഉയർന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം അവിടുത്തെ MLA കൂടെയാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രതികരണം ആലപ്പുഴയിൽ നിന്ന് തുറവൂർ വരെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ 15 വർഷം വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നമുക്ക് എല്ലാവർക്കും അറിയാം NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് പൂട്ടിയിട്ട് തിരികെ പോയി. ഇപ്പം നമ്മൾ ഒത്തുചേരുന്ന സമയത്ത് ദേശീയപാതയുടെ പകുതിയിലധികം പൂർത്തീകരണം കഴിഞ്ഞു. ഹോപ്പ്ഫുള്ളി മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചാൽ 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. ദേശീയപാത വരുന്നു, കൊച്ചിയിൽ വാട്ടർ മെട്രോ വരുന്നു, കൊച്ചി മെട്രോയുടെ 3rd ഫേസ് നിങ്ങളുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലൂടെ ഇൻഫോ പാർക്കിലേക്ക് പോകുന്നു. ദേശീയ ജലപാത വരുന്നു. കാസർഗോഡ് നിന്ന് ബേക്കൽ നിന്ന് ബോട്ടിൽ കയറിയാൽ തിരുവനന്തപുരത്ത് പൂവാറിൽ ബോട്ട് ഇറങ്ങാൻ കഴിയും. അതാണ് പ്രതിപക്ഷ നേതാവ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ആശയുണ്ട് എന്നൊക്കെ പറയും. അപ്പോ ജലപാത ഇപ്പൊ തന്നെ 60% പൂർത്തീകരിക്കും. പക്ഷെ അതിപ്പോഴും മലയാളികൾക്ക് അത് കിട്ടിയിട്ടില്ല. എന്താ നാഷണൽ വാട്ടർ വേ? അതെന്താണ്? കാരണം എന്താ, നമുക്ക് ദേശീയപാത പോലെ തന്നെ ബോട്ടിൽ ഒരു സ്ഥലത്തുനിന്ന് കയറിയാൽ കേരളത്തിന്റെ അങ്ങേറ്റത്ത് ബോട്ടിൽ എന്താ കഴിയുന്ന ദേശീയ ജലപാത ഏതാണ്ട് 60% പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പണി പൂർത്തീകരിക്കാനായി മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വരുന്നത്. ഇതിന്റെ ആകത്തുക എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഈസ് ഓഫ് ഡൂയിങ്ങിൽ പ്രതിഫലിച്ചത്. കേരളത്തിലേക്ക് വ്യവസായങ്ങൾ, നിക്ഷേപങ്ങളില്ല. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞാൽ USA, UK, ഓസ്ട്രേലിയ, ജർമ്മനി A1, A2, B1, B2 ഒക്കെ പഠിച്ച് ഇങ്ങോട്ട് പോകണം എന്നുള്ളതാണല്ലോ പറഞ്ഞത്. ഇപ്പോ കൊച്ചിക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്താണ് IBMന്റെ IBMന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിൽ. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ അത്ര ശ്രദ്ധിക്കപ്പെട്ടതായി മാറിയില്ല. കാരണം കേരളത്തിലെ മീഡിയയുടെ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിൽ അന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 വർഷത്തിന് മുമ്പ്, മൈഗ്രേഷൻ അല്ല, റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ കേരള, റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള. IBMന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലിന്റെ ഇന്റർവ്യൂവിലെ വാചകങ്ങളാണ്. ഇപ്പോൾ എന്താണ് 2024 ഇപ്പോൾ ലിങ്ക്ഡിനിൽ മാത്രം 44,000 പ്രൊഫൈലുകളാണ് റിവേഴ്സ് മൈഗ്രേഷൻ. ജോലി നഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നതല്ല, അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന MNC കൊച്ചിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കട ആരംഭിച്ചു, ബ്രാഞ്ച് തുറന്നു. അപ്പൊ അവർ സ്വിച്ച് ചെയ്തു. അങ്ങനെയാണല്ലോ നിങ്ങൾ പറയാ, IT പ്രൊഫഷണൽ പറയാ, കേരളത്തിലേക്ക് സ്വിച്ച് ചെയ്തു. 44,000 പ്രൊഫൈൽ മാത്രം കേരളത്തിലേക്ക് സ്വിച്ച് ചെയ്തു ഒറ്റ വർഷം. അപ്പം മൈഗ്രേഷന് പകരം റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിക്കാൻ തുടങ്ങി. ബ്രെയിൻ ഡ്രെയിനിന് പകരം റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിലേക്ക് വരികയാണ്. ഇപ്പം മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ അരുന്ധതി റോയുടെ പുസ്തകം ഉണ്ടല്ലോ, അമ്മയെ സംബന്ധിച്ചല്ല, അതിലൊരു വാചകമുണ്ട്, ഡൽഹിയിലെ മലിനീകരിക്കപ്പെട്ട വായു ശ്വസിക്കാൻ ഒരിക്കൽ പോലും എൻ്റെ അമ്മ മേരി റോയ് ഡൽഹിയിലേക്ക് വന്നിരുന്നില്ല. എറണാകുളത്തും കൊച്ചിയിലും കോട്ടയത്തും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഡൽഹിയുടെ വായു അപകടകരമായ ഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ ഞാൻ ഡൽഹി പോയപ്പോൾ കൊണ്ടുപോകും, നമ്മൾ കൈ ഇങ്ങനെ നേക്കഡ് ഹാൻഡായിട്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞ് കൈ കഴുകിയാൽ നല്ല അഴുക്കാണ്. കാരണം അത്രയും മലിനീകരിക്കപ്പെട്ട വായുവാണ്. എന്താ കേരളത്തിന്റെ പ്രത്യേകത? ഏറ്റവും മികച്ച വായു, കമ്മ്യൂണലായിട്ട് വർഗീയ കലാപങ്ങളില്ലാത്ത സ്ഥലം. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏതെടുത്താൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ്, ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം, ഏറ്റവും ഉയർന്ന കൂലി, ഏറ്റവും നല്ല സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ബൂം, ഇതൊക്കെ സംഭവിക്കുന്ന കേരളത്തിലേക്ക് ഇപ്പോൾ എന്താണ് IBM, മറ്റ് MNCകൾ ഒക്കെ വരികയാണ്. ഇപ്പോൾ കിംസിന്റെ ഡയറക്ടർ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ, അപ്പോൾ കർണാടകയിൽ ഞങ്ങൾ ഇത്ര കോടിയാണ് മുടക്കും, പക്ഷെ കേരളത്തിൽ അതിൻ്റെ 4 ഇരട്ടി ഞങ്ങൾ മുടക്കും. അപ്പം ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾ ചോദിക്കുന്നത് അതെന്താ? അപ്പോൾ കർണാടകയിൽ പോയ ബാംഗ്ലൂരുണ്ട്, ആന്ധ്രയിലും തെലങ്കാനയിലും പോയാൽ ഹൈദരാബാദ് ഉണ്ട്, വിശാഖപട്ടണം ഉണ്ട്. കേരളത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ സാധ്യമാകുന്നതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരൊറ്റ സിറ്റിയാണ് കേരളം. നിങ്ങൾക്ക് എറണാകുളത്ത് കിട്ടുന്നത് എന്തും തിരുവനന്തപുരത്ത് കിട്ടും, തിരുവനന്തപുരത്തും എറണാകുളത്തും കിട്ടുന്നത് എന്തും നിങ്ങൾക്ക് കോഴിക്കോട് കിട്ടും. കാരണം എന്താണ്? നമുക്ക് ഈ കണക്ടിവിറ്റിയുടെ ഒരു കുറവായിരുന്നുണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ വലിയൊരു ഭൂമിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ചോദിക്കാം, ഈ യാത്ര തുടരേണ്ടതുണ്ടോ? ഈ മാറ്റങ്ങളുടെ യാത്ര തുടരേണ്ടതുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തൊട്ട് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഒരു അച്ചടിച്ച് ഉക്കാ വെച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിലെ തിയറി മാത്രമല്ല, ഇത് നമ്മൾ നടന്ന്
നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ തുടരേണ്ടതുണ്ടോ? അത് കോട്ടയത്തും ചോദിക്കാം, മണ്ഡലത്തിലും ചോദിക്കാം, പഞ്ചായത്തിലും ചോദിക്കാം, എവിടെയും ചോദിക്കാം. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ നാടിന്റെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഇല്ല, പ്രശ്നങ്ങള് ഇല്ല, അതൊരു വികസനത്തിന്റെ പാതയിലാണെന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അതിനോട് അനുബന്ധിച്ച് നമുക്ക് നമ്മളെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു റീൽ ഇപ്പൊ ഇറങ്ങിയല്ലോ, ഷാരിഖ് ഷംസുദ്ദീന്റെ വെച്ചിട്ട്. അപ്പൊ ഞാൻ അതൊന്ന് കാണിക്കാം, അതിനോട് താങ്കളൊരു പ്രതികരണം പറയും. ഇന്നത്തെ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെന്ന് തോന്നുന്ന ഒരു 2-3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ദ മോസ്റ്റ് ഇൻഎഫിഷ്യന്റ് ഗവൺമെന്റ് കേരള ഹാസ് എവർ സീൻ. കാരണം ഇവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നില്ല, ഇവരെല്ലാം ഫീൽ ചെയ്യാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരുപാട് പണം ചെലവാക്കി കോൺക്ലേവ് നടത്തുകയാണ്, എല്ലാം തലതിരിഞ്ഞാണ് ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ 99% കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞു കിടക്കും. അവിടെ കൊണ്ടുപോയി കശുവണ്ടി കോൺക്ലേവ് നടത്തുക. കയർ തൊഴിലാളികൾ ഏറ്റവും വലിയ സങ്കടത്തിലാണ്. അവിടെ പോയി കയർ കോൺക്ലേവ് നടത്തുകയാണ്. ഈ ലോക്കൽ ബോഡിയുടെ ഇലക്ഷൻ അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യാൻ പോകുമ്പോഴാണ് വികസന സദസ്. ഫോർ വാട്ട് പർപ്പസ്? സ്റ്റേറ്റ് എക്സെക്രട്ടറിയിൽ നിന്ന് പണം എടുത്ത് ചിലവാക്കിക്കൊണ്ട് അവർ ചെയ്യുവാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല. അവർ അഗ്രികൾച്ചർ സെക്ടറിനെ അഡ്രസ് ചെയ്തില്ല, വൈൽഡ് ലൈഫ് അറ്റാക്കിനെ അഡ്രസ് ചെയ്തില്ല, ഒരുപാട് പ്രോജക്റ്റുകൾ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് ഡിക്ലെയർ ചെയ്തു, അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അവരൊന്നും ചെയ്യുന്നില്ല. ഇവർ കൂടുതൽ കടക്കണിയിലേക്ക്, കേരളത്തിലെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുക. ഇൻഎഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം കറണ്ട് സർക്കാർ ചെയ്ത 3 മോശം കാര്യങ്ങളായിരുന്നു. ആ ചോദ്യം ഞാനങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനോട് പ്രതികരണോ? ഇതിൽ പ്രശ്നം അതിപ്പോ എനിക്ക് നേരെ കൗണ്ടർ കിട്ടുകയാണ്. എനിക്ക് പറയാനുള്ളത് മോസ്റ്റ് എഫിഷ്യന്റ് ഗവൺമെന്റ് കേരള ഹാസ് എവർ സീൻ തിരിച്ചു പറയേണ്ടതായിട്ട്. കാരണം ഇപ്പൊ എന്റെ അവകാശം അതല്ല, ഞാൻ ഇവിടെ കൊട്ടി ഇപ്പോ കേരളത്തിൽ പ്രളയം വരുന്നു, കോവിഡ് വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ടെലിഗ്രാഫ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം കൊടുത്തിട്ട് അവർ എഴുതിയ തലവാചകം എന്ന് പറഞ്ഞാൽ CM, നമ്മൾ കരുതും ചീഫ് മിനിസ്റ്റർ, എക്സ്റ്റൻഡഡ് വേർഷൻ ചീഫ് മിനിസ്റ്റർ എന്നാണല്ലോ. ടെലിഗ്രാഫ് മുഖ്യമന്ത്രി പിണറായിയുടെ ചിത്രം കൊടുത്തിട്ട് പറഞ്ഞ ക്രൈസിസ് മാനേജർ എന്നുള്ളതാണ്. കാരണം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാൻ, അപ്പൊ അത് അത്ഭുതകരമായ ക്രൈസിസ് മാനേജ്മെന്റ് കേരളം നടത്തി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഒന്നെങ്കിൽ ഭാഗികമായ നുണകളോ അല്ലെങ്കിൽ പച്ചക്കള്ളമാണ്. ഇപ്പൊ കേരളത്തിന്റെ കടത്തെ കുറിച്ച് പറയുന്നു. കേരളത്തിന്റെ കടസ്ഥിതിയെ കുറിച്ച് നമ്മളാരും പറഞ്ഞല്ല, യൂണിയൻ ഗവൺമെന്റ് BJP ആണല്ലോ ഭരിക്കുന്നത്. നീതി ആയോഗ് പറഞ്ഞത് അപകടകരമായ കടമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ 14 നിങ്ങൾക്ക് ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്, നമ്മുടെ പഞ്ചാബ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഒഡീഷയുണ്ട്, പല സീറ്റുകളെയും കാണാം. നിങ്ങൾക്കതിൽ കേരളത്തെ കാണാൻ കഴിയില്ല. മാത്രമല്ല കേരളത്തിന്റെ വരുമാനം അത്ഭുതകരമായി വർദ്ധിക്കുകയും കേരളത്തിന്റെ കടത്തിന്റെ വളർച്ച കുറയുകയും ചെയ്തു. അതാണ് അംഗീകരിക്കപ്പെട്ട കണക്കുകൾ. CAG റിപ്പോർട്ട് അടക്കം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടാണല്ലോ പല ഇതിനൊക്കെ രേഖയായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ കേരളത്തിന്റെ കടത്തിന്റെ വളർച്ച കുറഞ്ഞു, കേരളത്തിന്റെ വരുമാനം കൂടി. ഡെപ്റ്റ് ടു GST റേഷ്യോ ആണ് ഇത് നോക്കാറുള്ളത്. അപ്പോൾ കേരളം അത്ഭുതകരമാം വിധം ഈ കാര്യത്തിൽ മുമ്പോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഇങ്ങനെ കോൺക്ലേവ് ഒക്കെ നടത്തുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. അതൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയമായ സ്ഥിതി എന്ന് പറയുന്നത് ഇതിനോടൊക്കെ പറ്റില്ല എന്നുള്ള സമീപനമാണ്. എക്സ്ട്രീം പോവർട്ടി ഇപ്പൊ പറഞ്ഞ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ പറഞ്ഞത്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ അത്ഭുതകരമായ വേഗത ഉള്ള ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഡിസിഷൻ മേക്കിംഗ്. തീർച്ചയായിട്ടും. ഈ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രത്യേകത എന്താണ്? നീണ്ട 4 വർഷക്കാലം കൊണ്ട് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം പോലും ഇല്ല, അങ്ങനെയല്ല, അതിദരിദ്രരുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, BPL APL റേഷൻ കാർഡുകാർക്കൊക്കെ 5 കിലോ അരി വീതം, അവരെ സഹായിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ കാർഡുള്ളവർക്ക് കാർഡില്ലാത്തവരുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതെന്താ ഈ ഗവൺമെന്റ് 2ാം തവണ അധികാരത്തിൽ നമ്മൾ ചിന്തിച്ചെന്താണ്? നമ്മളീ കൊടുക്കുന്ന സ്കീമുകൾ അല്ലെങ്കിൽ അവകാശങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ, പോവർട്ടി ഇറാഡിക്കേഷന് അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ലൈഫ് പദ്ധതി, ചികിത്സ ഉറപ്പാക്കുന്ന ആർദ്രം മിഷൻ, നല്ല ഇന്റർനാഷണൽ സൗകര്യമുള്ള സ്കൂൾ ഉറപ്പാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഇതൊക്കെ നടപ്പിലാക്കുമ്പം ലയൺ ഷെയർ ആളുകളും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൂട്ടുന്നു, 62 ലക്ഷം കുടുംബങ്ങൾ ഗുണഭോക്താക്കൾ. ഈ ഗുണഭോക്താക്കളിൽ പെടാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ലെൻസ് വേണം. നമ്മൾ കാണുന്ന എല്ലാവർക്കും സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കേരളവും യൂറോപ്പുമാണ് ഒരേപോലെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ആഴ്ചയിൽ അങ്ങനെ ഇല്ല. എല്ലാവരും പഠിക്കുന്നു, എല്ലാവരും സ്കൂളിൽ പോകുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, എല്ലാവർക്കും വീടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയപ്പോഴോ 64,008 കുടുംബങ്ങൾ, 1,03,000-ലധികം വരുന്ന മനുഷ്യന്മാർ റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവരുണ്ട്. ഭക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാം. ഇതിൽ കൗതുകം ഉണർത്തുന്ന സുന്ദരമായൊരു കണക്ക് എന്താണെന്ന് വെച്ചാൽ, 2000 ഇത് വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിന്നെ നമ്മുടെ തദ്ദേശ മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് 2,418 കുടുംബങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലളിതമായി ചോദിക്കാം, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക
നമുക്ക് അരി വാങ്ങിച്ച് വീട്ടിൽ കൊടുത്താൽ മതി. കാരണം നിങ്ങൾ അരി കൊടുത്താൽ പാകം ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ലാത്ത 2419 കുടുംബങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷൻ എന്നാണ്, ദാരിദ്ര്യം തുടച്ചു നീക്കുന്നുള്ളതല്ല. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക, അവരെ ഷിഫ്റ്റ് ചെയ്യുക. റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് കാർഡ് ഉറപ്പാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്ക് ചികിത്സ ഉറപ്പാക്കുക. ഭക്ഷണം കൊടുത്താൽ പാകം ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാർ കേരളത്തിലുണ്ടോ? അങ്ങനെ 2004 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക, കിറ്റ് ഉറപ്പാക്കുക. നമുക്കറിയില്ല. നമ്മുടെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പഞ്ചായത്തിൽ 98 ഭവനരഹിതരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഭവനം നിർമ്മിച്ചു കൊടുത്തു. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ വേണം പരിശോധന നടത്തുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആളുകൾ കൂടെ കണ്ടേക്കാം. അപ്പോൾ ഈ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ 64,000 കുടുംബങ്ങളെ ലിഫ്റ്റ് ചെയ്തു, അവരെ ഇതിലേക്ക് കൈപിടിച്ച് ആനയിച്ചു. അപ്പോൾ അതോടുകൂടെ കേരളത്തിൽ ദാരിദ്ര്യം ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ യാത്രയിലാണ്. ഇപ്പൊ അദ്ദേഹത്തോടൊന്നുമില്ല ഇന്നയാൾക്ക് വീടില്ല, അങ്ങനെ വീടില്ല എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പൊ കേരളത്തിലില്ല. കുറച്ച് അങ്ങനെ ഒരു അംഗസംഖ്യ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി അവർക്ക് വീട് കൊടുക്കാനുള്ള ശ്രമത്തിലേക്ക് വരും. എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷനിൽ നിന്ന് പോവർട്ടി ഇറാഡിക്കേഷനിലേക്ക് നമ്മൾ പോവുക. ഈ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ നല്ല നിലയിൽ സംഭവിക്കുന്നുണ്ട്. അതിനെ കണ്ടുറന്ന് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, കഴിഞ്ഞ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുള്ളത്, വിദ്യാർത്ഥികൾ, നമ്മൾ വിദ്യാർത്ഥികളാണല്ലോ, എല്ലാവരും ആണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ചിലവരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് പൊളിറ്റിക്സ് ഇല്ല, അത് താല്പര്യമില്ല. അപ്പോ അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിനും അവർക്കൊരു ഉത്തരമില്ല. അതിന്റെ ആവശ്യം അതൊരു വിരുദ്ധം, എന്താ വിരോധം, എന്താ അതിന്റെ എതിർപ്പ്, അത് ഉണ്ടായിട്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊളിറ്റിക്സ് ഇല്ല എന്ന് വെച്ചാൽ പാർട്ടി ഉണ്ടോന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ഒരു പ്രതികരണ ശേഷിയില്ലേ, ഒരു തെറ്റ് കണ്ട അതിനോട് പ്രതികരിക്കുക, അത് കുറഞ്ഞു വരുന്നുണ്ട് കേരളത്തില്. എല്ലാവർക്കും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിനോട് ഇപ്പൊ SFI പ്രസിഡന്റ് അല്ലെ, യൂത്തിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളെ, അത് വെച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് തിയറിയാച്ചിരിയാണല്ലോ നമ്മുടെ സുന്ദരമായൊരു തിയറി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനെ സംബന്ധിച്ച്. ഇപ്പോ ലെനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലെനിൻ, സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റൊക്കെ ഒരാളുണ്ട്. അപ്പോൾ ലെനിൻ മനോഹരമായി പറയുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോഴെങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടാലും ഇല്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല. നമ്മൾ കരുതും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കാശ് തരുന്നത്, എന്തെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വയ്ക്കാം. പക്ഷെ ഇന്ത്യ മിണ്ടുന്നില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങുന്നുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ കാക്കനാടുള്ളവർക്കും എണ്ണ കുറച്ച് പൈസക്ക് മിതമായിട്ട് അടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് എണ്ണ കിട്ടിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകണം, അതുണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് അടുത്ത തീരുമാനം ടാക്സ് വാർ ഇമ്പോസ് ചെയ്യുന്നു. രണ്ടാമത്തെ തീരുമാനം എന്താണ്? H1B വിസ 3 ലക്ഷമായിരുന്നു കിട്ടാൻ, ഇപ്പൊ അത് 78 ലക്ഷം 88 ലക്ഷം ആക്കി. ഇനി അപ്രോക്സിമേറ്റ്ലി 1 കോടിയായി. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പൊ നമ്മൾ പറയാം, ട്രംപ് എന്ത് ചെയ്താലും ഇപ്പൊ എനിക്കെന്താ, ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റി പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി പാസ്സാവും, ഞാൻ എന്റെ പണി നോക്കി പോകും. എനിക്ക് ട്രംപോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരോ അല്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ തരും. ഞാൻ നല്ല പഠിച്ച് ജോലി ചെയ്താൽ എനിക്ക് ജീവിക്കാം. ഇതാണെന്ന് പലരും പറയാറുള്ളത് പൊളിറ്റിക്കലായി. ഞാൻ എന്തിനാണ് ഇതിലേക്ക് ഇടുന്നത്? ഇപ്പൊ എന്താ പ്രശ്നം? രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടത്? ട്രംപ് അവിടെ വാഷിംഗ്ടൺ DC ഇരുന്നു കൊണ്ട് കൂട്ടിയ H1B വിസയുടെ 1 കോടിയോളം വരുന്ന വർധനം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ആസ്പിറൻസ് ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ മികച്ച ടെക്നോക്രാറ്റുകൾ MNCകൾ ഹയർ ചെയ്യുമ്പോൾ US വന്ന് ജോലി ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടേണ്ടത് ഈ ഗ്രീൻ കാർഡ് പോലെ കിട്ടേണ്ട താൽക്കാലിക താമസത്തിന്റെ പ്രതീകമാണ് H1B വിസ. മുമ്പ് 3 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊപ്പം പഠിക്കുന്ന CS പാസ്സായ ഒരു കുട്ടി 3 ലക്ഷം രൂപ കൊടുത്തിട്ട് അമേരിക്കയിലെ MNCയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി ജോലി ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അവനോട് പറയുകയാണ്, നീ 3 കൊടുത്താൽ പോരാ, നീ ഇപ്പൊ 88 ലക്ഷം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്ന് പറയുകയാണ്. രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നത്? നിങ്ങൾക്ക് ട്രംപിനോട് പ്രതിഷേധമില്ല, നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ നിങ്ങൾ പോയിട്ടില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ സംബന്ധിച്ച് ട്രംപ് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല. അതിനോടുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയം നിങ്ങൾ വേണ്ടിയിട്ടില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടാലും ഇല്ലെങ്കിലും എങ്ങനെ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും? ഇപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന അവസാനിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ നമുക്ക് വില കൂടും. അപ്പം ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇരുന്ന് വില കൂട്ടിയാൽ എങ്ങനെയാണ് കാക്കനാടുള്ളവർക്ക് നമ്മുടെ ജീവിതം മാറുന്നത്? കമലഹാസന്റെ ദശാവതാരം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? ദശാവതാരം കണ്ടിട്ടുണ്ട്? യെസ്. അപ്പോൾ വെരി ഗുഡ്. ദശാവതാരത്തിന്റെ തുടക്കത്തിൽ ഒരു വാചകമുണ്ട്, ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയും. സുന്ദരമായി കമലഹാസൻ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: അമേരിക്കൻ വനാന്തരങ്ങളിലെ ആമസോൺ മഴക്കാടുകളിൽ ഉണ്ടാകുന്ന ചിത്രശലഭത്തിന്റെ ചിറകടിയച്ച എന്റെ ഗ്രാമത്തിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. തീരുമാനം എടുക്കുന്നത് വാഷിംഗ്ടൺ DC-യിലായിരിക്കും. കാക്കനാടുള്ള ബിടെക് പഠിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിയുടെ ജീവിതത്തെ എങ്ങനെ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ബാധിക്കും? അതാണ് രാഷ്ട്രീയം. അപ്പൊ നിങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് അതിൽ കാര്യം. ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് തെറ്റായ സംഭവവികാസങ്ങൾക്ക്
നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മളതിൽ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ ഏകദേശം കഴിഞ്ഞ്. താങ്ക് യു. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ കുറെ തിയറി, കുറെ പോയട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഒരു പോയട്രിയുടെ രീതിയിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഉദാഹരണം വെച്ച് പറയുന്ന രീതി പോലെ തോന്നി. സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ട്, കേട്ടിരിക്കാൻ ഭയങ്കര ഒരു എന്താ പറയാ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന സ്കില്ല് ആ ഒരു സംസാര രീതിയിലാണ്. ആൾക്കാർ കേട്ടിരിക്കും കുറച്ച് നേരം. അപ്പോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുമ്പോ ന്യൂസ് ചാനലൊക്കെ ഇരിക്കുമ്പോ ആൾക്കാർ കുറെ ട്രോളുമല്ലോ, ഈ ട്രോളുകളോട് എങ്ങനെയാ ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു കാര്യങ്ങളോടും വ്യക്തിപരമായി പറയുന്ന ഒരു, അതിപ്പം ചർച്ചയിൽ പോലും ഒരു ആക്ഷേപത്തോടും ഒരു ആക്ഷേപ സ്വരത്തിലുള്ള വിമർശനത്തോടും ഒന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യാറില്ല. അവരുടെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ഒരു വഴി കാര്യങ്ങൾ കീപ്പ് അപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അത് നമുക്കപ്പോ പേഴ്സണലി നമുക്കതൊരു എഫക്ട് ചെയ്യില്ല. ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരാളെ മോശക്കാരനാക്കാൻ തീരുമാനിച്ചു, അതിനുവേണ്ടി നിങ്ങൾക്ക് കുറെ PR ഗ്രൂപ്പുകൾ, യൂട്യൂബേഴ്സ്, കുറെ പോഡ്കാസ്റ്റേഴ്സ്, സംഘങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരാളുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ ഒരാൾ റിയാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അയാളെ എങ്ങനെ മോശക്കാരനാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ പ്രതിച്ഛായകളിൽ, ഇമേജുകളിൽ ബോധേഡാകുന്നവർക്ക് ഇച്ചിരി പ്രശ്നമായിരിക്കും. അല്ലാത്തൊരു നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റുന്ന വേദിയിൽ നമുക്ക് നന്നായി നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നങ്ങൾ കൺസേൺ ആവേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. അപ്പോ ഇത്രയും നേരം സംസാരിച്ചിരുന്നതിൽ സമയം പോയത് പറഞ്ഞില്ല. നമുക്ക് കുറെ ഇൻഫർമേഷൻസ്, ഞാനൊരു കുട്ടിയാണല്ലോ, എന്തൊക്കെ പറയാം, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഒരു 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോ എനിക്ക് സാറിനോട് ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റിയെന്നെ വലിയൊരു എനിക്കൊരു ഇതുണ്ട്. കാരണം ഇൻഫർമേഷൻസ് നമുക്ക് പല കാര്യങ്ങളും നമുക്കറിയില്ല. കുറെ ഉദാഹരണങ്ങൾ പറയാം, അല്ലെങ്കിൽ ഒരു പോയട്രി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇന്നയാള് പറഞ്ഞു, അത് ഇപ്പോഴും ആ ഒരു ഓർമ്മയില്, അതിനോട് സാഹിത്യത്തില് വർത്താനം പറയാന്നുള്ളൊരു കഴിവ്, അത് വലിയൊരു ഇതാണ്. അപ്പോ അത് കേട്ടിരിക്കാൻ രസമുണ്ട്. താങ്ക് യു. അപ്പൊ നമ്മളെ ചാനലിൽ വന്നതിൽ ഭയങ്കര താങ്ക് യു. നമ്മള് എന്റെ വീട് ഗുരുവായൂരാണ്. അവ വരുമ്പോ വീട്ടിലേക്ക് വരിക, വിളിക്കുക. ഗുരുവായൂർ നമ്മുടെ ധാരാളം പരിപാടിക്ക് വരുന്നതാണ്, ചാവക്കാട് ഗുരുവായൂർ. അപ്പൊ നിങ്ങളുടെ ചാനലിന്റെ ഭാഗം കഴിയുന്നത് നമുക്കൊരു മാറ്റർ ഓഫ് ഓണർ ആണ്. സന്തോഷം നിങ്ങൾക്കായിട്ട് സംബന്ധിക്കുന്നത്. ഓക്കെ, താങ്ക് യു.